നമുക്ക് ബോറൂലി മാനുവൽ മാർത്തോമ ചർച്ചിന്റെ പാട്ടോടുകൂടെ ഇന്നത്തെ ഈ പ്രത്യേക ശുശ്രൂഷ ആരംഭിക്കാം. ബഹുമാനപ്പെട്ട അബു ചെറിയാനച്ചൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അപ്പന്റെ പാദപീഠത്തിങ്കിൽ അടുത്തു വന്ന് കർത്താവിന്റെ ലാവണ്യമേറിയ തിരുവചനം കേൾക്കുവാൻ, ഞങ്ങളെ തന്നെ നിന്റെ ജീവിതത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിപ്പോൾ പാടിയതുപോലെ, യേശുവേ നീ വലിയവൻ, യേശുവേ നീ വല്ലഭൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ,
എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഏറ്റുപറയുവാനും പ്രഘോഷിക്കുവാനും പാടുവാനും പ്രകീർത്തിക്കുവാനും ഞങ്ങളുടെ ജീവനുള്ള കർത്താവ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ ഞങ്ങളെ യേശുവിനോടുകൂടെ ഉയർപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കൃപയാൽ കർത്താവെ ഞങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്ന ആ ഒരു വലിയ സന്തോഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിനും ഞങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് ഈ ഓരോ നിമിഷവും ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്ന നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, ദൈവ കൃപയിലൂടെ പാപത്തിൽ നിന്നും പരിശുദ്ധമായ ജീവന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ആ ദിവ്യ അനുഭവത്തെ ഞങ്ങൾക്ക് ഇന്ന് ധ്യാനിക്കുവാൻ, പ്രത്യേകിച്ച് ഈ മിഡ് ലെൻഡ് ഡേയിൽ, പാതി നോമ്പ് ദിവസം സന്ധ്യയില് ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ അഭിവന്യ കുർലോസ് തിരുമേനിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ അഭിഷിക്തനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നേതൃത്വത്തിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ മകനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ കർത്താവിനോട് കൂടെ ചേർത്ത് ബന്ധിപ്പിക്കുന്ന അനുഭവങ്ങളായി തീരുവാൻ, ഒരു പടിയും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വളരുന്ന അനുഭവങ്ങളായി തീരുവാൻ, ആ രക്ഷയുടെ സന്തോഷം ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഭവിക്കുന്ന സമയമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണം. അഭിമന്യ തിരുമേനിയെ ക്രൂശിന്റെ തണലിൽ മറയ്ക്കുകയും മറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സെന്റർ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം ഓർക്കുന്നു, ചുമതലക്കാരെ ഓർക്കുന്നു. കർത്താവെ, പ്രവർത്തന മണ്ഡലങ്ങളെയും സരണികളെയും കർമ്മ മേഖലകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിലെ ആരാധനയും കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഇതൊരു പ്രോഗ്രാം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ജീവിതത്തെ സ്ഥായിയായി സ്വാധീനിക്കുന്ന ഒരു ദിവ്യ അനുഭവമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. കർത്താവെ, അവിടുത്തെ മന്ന ശബ്ദം, മന്ന സ്വരം ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ. യേശുമശിഹായുടെ ധന്യമുള്ള നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. മിസ്റ്റർ രാജുവായി പാഠം വായിക്കുന്ന മിസ്റ്റർ രാജുവായി ബൈബിൾ റീഡിംഗ്. ഒന്നാം പാഠമായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 2:1 മുതൽ 11 വരെ. 3-ാം നാൾ ഗലീലയിലെ കനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇങ്ങനെ പാഠമാണ്. അഭിവന്യ തിരുമേനി, കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മൾക്ക് വീണ്ടും മുംബൈ സെന്റർ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുവാൻ, പ്രത്യേകിച്ച് ഈ മിഡ് ലെൻഡ് ടൈമിൽ 25 ദിവസം പൂർത്തിയാക്കുകയാണ്. അതിന്റെ സെക്കൻഡ് ഫേസിലോട്ട് നമ്മൾ പ്രവേശിക്കുന്ന ഈ സമയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ധ്യാന ചിന്ത ക്രമീകരിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് അനുവാദവും അവസരമൊക്കെ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
കോവിഡ് അല്പം പോലും ബാധിക്കാത്ത ഒരു സംഘടനയാണ് സന്നദ്ധ സുവിശേഷക സംഘം. മറ്റേത് ഫിഫ്ത് സൺഡേ മാത്രം കൂടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മിക്കവാറും എല്ലാ മാസങ്ങളിലും പ്രോഗ്രാം ക്രമീകരിക്കുന്നു എന്നുള്ളത് അതിന്റെ ക്രെഡിറ്റ് പ്രിയപ്പെട്ട സെൻട്രൽ സെക്രട്ടറി മിസ്റ്റർ സണ്ണിക്കാണ്. വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവമായിട്ട് ഇന്ന് നമ്മോടൊപ്പം അഭിനന്യ കൂർലോസ് തിരുമേനി, റൈറ്റ് റെവറൻഡ് ഡോക്ടർ യാക്കിം മാർ കൂർലോസ് തിരുമേനിസ് കൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ സവിശേഷതയും സന്തോഷവും. ഈ ഡയസിസ്റ്റിൻ എപ്പിസ്കോപ്പ ആയി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് തിരുമനസ്സുകൊണ്ട് ഈ ഭദ്രാസനം സന്ദർശിക്കുന്നത്. ഡിസംബർ മാസം 2020 അഭിനന്യ തിരുമേനി ഈ ഭദ്രാസന്റെ ചുമതലയേറ്റു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷന്റെ ക്രമീകരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് ഈ ഡയസിസിൽ ഫിസിക്കലി വന്നു ചേരാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നു. ഈ ആഴ്ച തന്നെ മടങ്ങിപ്പോകും. അതിനു മുമ്പ് നമ്മോടുകൂടെ ആകുവാൻ തക്കവണ്ണം തിരുമനസ്സുകൊണ്ട് നമുക്ക് അനുവാദം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തിരുമേനിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാർത്തോമാ സഭയിൽ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന തിരുമേനി എന്ന നിലയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. ഇന്ന് വാസ്തവത്തിൽ മാർത്തോമാ സഭ അഭിമാനിക്കുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായ നേതൃത്വം നൽകിയിട്ടുള്ളത് തിരുമേനിയാണ്. മാർത്തോമാ സഭയുടെ സുപ്രധാനമായിട്ടുള്ള പല പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് തിരുമനസ്സിന്റെ ലീഡർഷിപ്പിലാണ്. ഇതൊരു പ്രോഗ്രാമിന് വേണ്ടിയോ പ്രോജക്റ്റിന് വേണ്ടിയോ ആരംഭിച്ചിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് നമുക്കറിയാം. ഇത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരസ്പർശനമാണ്, ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകളാണ്. അതിന്റെ ഒരു പ്രധാന കാരണം തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ സമയങ്ങളിൽ തിരുമേനിക്ക് ലഭിക്കുന്ന ദർശനങ്ങളാണ് അത് ആക്ഷൻസ് ആയിട്ട് മാറ്റപ്പെടുകയും അത് സമൂഹത്തിന് വലിയ അനുഗ്രഹമായിട്ട് എല്ലാ കാലവും പ്രയോജനപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. തിരുമേനിയോടുകൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാരഡൈം ഷിഫ്റ്റ് നൽകിയിട്ടുണ്ട്. പല പെർസ്പെക്റ്റീവ്സ്, പല കാര്യങ്ങളോടുള്ള അപ്രോച്ചസിൽ എനിക്ക് ലഭിച്ചതായിട്ടുള്ള പ്രകാശം ഞാൻ വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടി ഓർക്കുകയാണ്. ചില പ്രോജക്ട്സ് മാത്രം പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പല കാര്യങ്ങളാണ്. ആശാഭവൻ ഫോർ എക്സാമ്പിൾ, പത്തനാപുരത്തുള്ള ആശാഭവൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചിൽഡ്രന് വേണ്ടി തിരുമേനി ആരംഭിച്ചതായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇന്ന് സഭ വളരെയധികം അഭിമാനിക്കുന്ന ഒരു മേജർ പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ ദീപ്തി ബാലിക ഭവൻ പള്ളിപ്പാടുള്ള ഇപ്പോൾ ഫിഷർ ഫോക്സ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി അവരെ എക്വിപ്പ് ചെയ്യുന്ന ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റാണ് ദീപ്തി ബാലിക ഭവൻ എന്നുള്ളത്. ജ്യോതിസ് നമുക്കറിയാവുന്ന മാവലിക്കരയിലുള്ള ഈ പ്രോജക്ട് ഫോർ മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. എനിവേ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ വളരെ എഫക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മേജർ പ്രോജക്റ്റാണ്. അതുപോലെ യുവജന സഖ്യത്തിന്റെയൊക്കെ ചുമതലയിലുള്ളപ്പോഴും, അതുപോലെ തന്നെ അടൂർ ധർമ്മവൻ അരമനയിലായിരിക്കുമ്പോഴും ഒക്കെ തിരുമേനി ആരംഭിച്ചതായിട്ടുള്ള പല പ്രോജക്ട്സ് ഉണ്ട്. യൂത്ത് സെന്ററിന്റെ റെനോവേഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ അവിടെ ആരംഭിച്ചതായിട്ടുള്ള ഈശോ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ മെഡിറ്റേഷൻ സെന്റർ, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ കാൽവെപ്പുകളാണ്. തിരുമേനി എടുത്തതായിട്ടുള്ള വലിയ ലീഡർഷിപ്പാണ്. അതുപോലെ തന്നെ റെയിൽവേ ക്വാർട്ടേഴ്സിനിടയിലുള്ള തിരുമേനിയുടെ ഗോസ്പൽ വർക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കൽഹണ്ടി മിഷൻ ഫോർ എക്സാമ്പിൾ തിരുമേനിയുടെ ഒരു സ്വപ്നമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സഭ ഇന്ന് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മറ്റൊരു ശ്രദ്ധേയമായുള്ള ഒരു പ്രോജക്റ്റാണ് റാന്നിയിലുള്ള ഹാഫ് എ ഹോം പ്രത്യാശാ ഭവൻ എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഇതൊക്കെ മറ്റു പല സഭകൾക്കും ഒരു മോഡലാണ്. ആരും ഇനിഷ്യേറ്റ് ചെയ്യാത്ത പല പ്രോജക്ട്സും തിരുമേനി ലീഡർഷിപ്പ് നൽകി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെയാണ് ദളിത് ഗേൾസിന് വേണ്ടി
നെക്കുഴൂർ തിരുമേനി ആരംഭിച്ചതായുള്ള ദീപം ബാലികാ ഭവൻ എന്ന് പറഞ്ഞ പ്രത്യേകമായുള്ള പ്രോജക്റ്റ്. ഈ അടുത്ത കാലത്ത് തിരുമേനി കൊട്ടാരക്കര ആരംഭിച്ചതായുള്ള പ്രോജക്റ്റാണ് സ്മൃതി. അൽസൈമേഴ്സിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി അവരെ റീഹാബ് ചെയ്യാനായിട്ട് തിരുമേനി ആരംഭിച്ചതായുള്ള പ്രോജക്റ്റാണ് സ്മൃതി എന്നുള്ള പ്രോഗ്രാം. അതുപോലെ ശ്രദ്ധേയമായ പ്രോജക്റ്റാണ് സ്നേഹാമൃതം, അഭയം, ആശ്വാസം. ആശ്വാസം ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാമാണ്. ഇങ്ങനെയുള്ള ശ്രദ്ധേയമായുള്ള ധാരാളം പ്രോജക്ട്സ്. എന്നാൽ എനിക്ക് തിരുമേനിയുമായുള്ള ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, തിരുമേനി അമേരിക്കൻ ഡയസിസിൽ ചുമതലയെടുക്കുമ്പോൾ എൻ്റെ സെക്കൻഡ് ഫേസ് എന്തായിരിക്കണം, ആ ഡയസിസിന്റെ സെക്കൻഡ് ഫേസ് എന്തായിരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ തിരുമേനി തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും മനസ്സിൽ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ഫോക്കസ് മിഷന് വേണ്ടി ഇനി ഈ ഡയസിസ് പ്രവർത്തിക്കും. അങ്ങനെ തിരുമേനി ഏറെ നാൾ മുട്ടന്മേൽ നിന്ന് താല്പര്യപ്പെട്ട് അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് മെക്സിക്കൻ മിഷൻ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു സഭ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മിഷൻ പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ നോക്കുമ്പോൾ മാർത്തോമാ സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു മെഗാ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് മെക്സിക്കൻ മിഷനും നേറ്റീവ് അമേരിക്കൻസിന്റെ ഇടയിലുള്ള മിഷൻ പ്രോഗ്രാം. ഇപ്പോഴും ഭംഗിയായിട്ട് സ്വാതന്ത്ര്യവേനയുടെ ഒരു നാമത്തിൽ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അമേരിക്കൻ ഡയസിസ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വളരെ സന്തോഷത്തോടുകൂടിയാണ്. നാഷണൽ കൗൺസിൽ ഓഫ് ചേർച്ചസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ അമേരിക്ക, ഇതിൽ അഭ്യന്തര തിരുമനസിനോടുകൂടെ എനിക്കും പല പ്രാവശ്യം പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ഒക്കേഷനിൽ പോയ സമയത്ത് അവിടുത്തെ എൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം എന്നെ കണ്ടിട്ട് ചോദിച്ചു, ഹൗ കുഡ് യു ഡു ദിസ് തിങ്? ഇങ്ങനെയാ ചോദിച്ചു. ഇത്രയും ചെറിയ ഒരു സഭ, നിങ്ങളിവിടെ എന്നാ പറഞ്ഞൊരു മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾ എത്രയോ വലിയ ചേർച്ചസ് ആണ് ഇവിടെയുള്ളത്. നമുക്ക് ഒരുപാട് പ്രോജക്ട്സും പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും നമ്മുടെ വർക്ക് കമ്പയർ ചെയ്യാൻ. പക്ഷെ അദ്ദേഹം പറയുന്നത്, അങ്ങനെയുള്ള ചേർച്ചസുമായിട്ട് നിങ്ങളുടെ ചേർച്ച് ഒരു ഇൻസിഗ്നിഫിക്കന്റ് കമ്മ്യൂണിറ്റിയാണ്, ഇൻകോൺസ്പിക്വസ് ആണ്. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത് എന്തോ ഒരു മിറക്കിളാണ്. എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന് ചോദിച്ചു. ഇപ്പോൾ പറയാനായിട്ട് സാധിച്ചത്, വി ഹാവ് എ പ്രേയിങ് ലീഡർ. പ്രാർത്ഥിക്കുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ബിക്കം എ റിയാലിറ്റി. വാസ്തവത്തിൽ ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന സമയത്തെല്ലാം തിരുമേനിയെ മിക്കവാറും രാവിലെ ഏതെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ പോകുമ്പോഴും ഒറ്റന്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. അതുതന്നെയാണ് തിരുമേനിയുടെ ശുശ്രൂഷയുടെ വിജയവും അനുഗ്രഹവും. അതുകൊണ്ട് തന്നെ ഈ ഡയസിസും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി ഏത് ഭവനമാണ് ഇവിടെ തുറക്കുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തായാലും തിരുമേനി ഇരിക്കുന്ന ഡയസിസിൽ ഏതെങ്കിലും ഒന്ന് തുറക്കും, ഏതെങ്കിലും ഒന്ന് ആരംഭിക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ്, എന്നാൽ പോലും തിരുമേനിയുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും അധികം ഈ ഡയസിസിലുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് തിരുമേനി വളരെ വളരെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. നവജീവൻ, നവോദയ, അതുപോലെ തന്നെ മറ്റു പ്രോജക്ട്സ്, ഇവയെല്ലാം തിരുമനസിന്റെ ലീഡർഷിപ്പിൽ വളരെ ശ്രദ്ധയോടുകൂടെ അനുഗ്രഹത്തോടുകൂടെ രൂപപ്പെടുവാൻ, അത് വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വളരുവാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുമേനിയുടെ ലൈഫിൽ ഏറ്റവും അധികം നമ്മൾ കാണുന്ന സുപ്രധാനമായ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ഇൻ ലൈഫ്. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം പണത്തോടുള്ള തിരുമേനിയുടെ ആറ്റിറ്റ്യൂഡാണ്. ഇത് വരും, അത് പോകും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പണത്തെ ദൈവ മഹത്വത്തിനായും ദൈവ വേലയ്ക്കായിട്ടും കൈ അഴിഞ്ഞ് സഹായിക്കാനും കൊടുക്കാനും, തിരുമേനിയുടെ കയ്യിൽ കിട്ടുന്ന പണം അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോജക്ട്സിനും പ്രോഗ്രാംസിനായിട്ടും അവിടെ വെച്ച് ഞാൻ ഒരിക്കൽ തന്നെ തിരുമേനിയോട് പേഴ്സണലി പറഞ്ഞു, തിരുമേനി കൈ കുറച്ച് പൈസയെങ്കിലും വെക്ക്, ബാങ്കിലേക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതൊക്കെ ഞാനാണ്. ഒന്നുമില്ലാതെ ഇങ്ങനെ ഇട്ടാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴും അത് ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളു.
ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയാണ്, ഒരിക്കൽ പോലും കൂട്ടിവെക്കാനായിട്ട് താല്പര്യപ്പെടാതെ വളരെ വളരെ നിർലോഭമായി കൊടുക്കത്തക്കമാണ്. അതുകൊണ്ട് തന്നെ ദൈവം തിരുമേനിയിൽ കൂടെ ഈ സഭയ്ക്ക് ഈ ഒരു, ഞാൻ പറഞ്ഞ 30 years ഓഫ് മിനിസ്ട്രി നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയ ശുശ്രൂഷയാണ് ഈ 30 വർഷം കൊണ്ട് തിരുമേനി സഭയ്ക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നത്. വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു ദൈവം തമ്പുരാൻ എടുത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ട് തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതവും മോഡലാണ്. ശുശ്രൂഷയിൽ ശക്തിയോടുകൂടെ മുമ്പോട്ട് പോവുക നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പ്രധാന കാരണം 2 ഡയസിന്റെ ചുമതലയാണ്. കൊട്ടാരക്കര വലിയ ഡയസിസ് ആണ് ഇപ്പോൾ നമ്മുടെ ഡയസിന്റെ ചുമതല. അതുപോലെ തന്നെ സുവിശേഷ സംഘത്തിന്റെ ചുമതല തിരുമനസിനുണ്ട്, കോളേജസിന്റെ ചുമതലകളുണ്ട്. വളരെ ഭാരിച്ചതായിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. തിരുമേനിയെ പ്രാർത്ഥനയിൽ ഓർക്കണം. നമുക്ക് അനുഗ്രഹകരമായ ശുശ്രൂഷ ചെയ്യാൻ ആവശ്യമായ ആരോഗ്യം ദൈവം തമ്പുരാൻ നൽകണം. ദീർഘമായ യാത്രകൾ അത് ടയറിംഗ് ആണ്, എന്നാൽ അതെല്ലാം കൃപയോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ചെയ്യാൻ ദൈവം തമ്പുരാൻ ധാരാളമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മുംബൈ സെൻട്രൽ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ പേരിൽ തിരുമനസിനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ഏറ്റവും വിനയത്തോടുകൂടെ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. എല്ലാ അച്ഛന്മാരെയും പ്രത്യേകിച്ച് ഓർക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദേവാലയങ്ങളിലെ ആരാധന ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രീപോൺ ചെയ്ത് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നതിലുള്ള വലിയ സന്തോഷം, അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദി അറിയിക്കുകയും എല്ലാ അച്ഛന്മാരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സെന്ററിന്റെ പേരിൽ ഏറ്റവും വിനയത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹകരമായ ഒരു ദൈവവചനം കേൾക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഗോഡ്സ് ട്രാൻസ്ഫോമിംഗ് ഗ്രേസ്, ദി ഗ്രേസ് ദാറ്റ് ട്രാൻസ്ഫോം us from sinners to saints. ഇത് അഭിനന്ദ തിരുമനസിൽ കൂടെ കേൾക്കാനായിട്ട് നാം പോവുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിന് മുമ്പത്തെ വർഷം ഈ സെന്ററായിട്ട് നാം ക്രമീകരിച്ചതായിട്ട് ഒരു മിഷൻ ടൂറിൽ അവിടെയുള്ള മിഷൻ നീഡ്സിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അത് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ചിഞ്ചുലി ചർച്ച് ഗുജറാത്തിലുള്ള ഈ ചർച്ചിന്റെ റെനോവേഷനിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അവിടെ ഫ്ലോറിംഗ് ഒക്കെ വളരെ മോശമായിട്ട് കിടന്നുകൊണ്ട് തന്നെ ഈ കാണുന്നതായുള്ള ഈ ദേവാലയം അതിന്റെ ഫ്ലോറിങ്ങിന് വേണ്ടി ഏകദേശം 1 ലക്ഷത്തോളം രൂപ അന്ന് മിഷൻ ടൂറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലുള്ള പ്രിയപ്പെട്ടവർ നൽകി. അങ്ങനെ ഇത് ഇപ്പോൾ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അത് മാത്രമല്ല ആഹ്വ മിഷന്റെ ചില പ്രോജക്ട്സിലും ആ ടീമിനെ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. ഇപ്പോൾ തിരുമനസ് ദൈവവചനം പ്രഘോഷിക്കുന്നതിന് മുമ്പ് ബോർവേലിപ്പള്ളി 2ാമത്തെ പാട്ട് പാടുകയും അതിനുശേഷം ജോയൽ അച്ഛൻ പ്രാർത്ഥിച്ച് അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്നവർക്ക് നൽകുകയും ചെയ്യും. ഗായകസിംഗത്തിന്റെ പാട്ട്. Yeshua,
തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദിനംതോറും ശക്തീകരിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഈ നോമ്പുകാലം ഞങ്ങൾക്കും കടന്നു വരുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം. നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൽ കർത്താവെ ഞങ്ങൾ ഓരോ നാളും വളരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ പകുതി നോമ്പിന്റെ ഈ സമയം വരെ നീ ഞങ്ങളെ കർത്താവെ കാത്തുരുവാലിച്ച നിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, നിന്റെ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവെ ഞങ്ങളുടെ തിന്മകളെ മാറ്റി നന്മയിലെ വളരുവാൻ ഞങ്ങൾ ഏവരെയും നീ സഹായിക്കുകയും ചെയ്യണമേ. വെള്ളത്തെ വീഞ്ഞാക്കി കർത്താവെ ഞങ്ങളും കർത്താവെ നിനക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, ഈ ലോകത്തിൽ രുചി പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവന് തിരുമേനി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുന്ന വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ അനുഗ്രഹത്തിനും അവസരമാക്കി തീർക്കണമേ. മുംബൈ സെന്റർ MTV ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. സകല മഹത്വം നിനക്ക്. യേശുനാഥ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളത്, മുംബൈ സെന്റർ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ സെന്റർ മീറ്റിംഗിൽ ഈ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കാൻ ഇടയാകുന്നതിൽ ഉള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിച്ചുകൊള്ളു. ഈ നാളുകളിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തമ്പുരാൻ്റെ വചനം പഠിപ്പാനും ധ്യാനിപ്പാനും ഒക്കെയും നമുക്ക് അവസരം ലഭിക്കുകയാണ്. ഇന്ന് പാതി നോയമ്പിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ 25 ദിവസക്കാലം നമുക്ക് തമ്പുരാനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തന്നെ അർപ്പിച്ച കർത്താവിൻ്റെ വലിയ യാഗത്തെക്കുറിച്ച് ധ്യാനിപ്പാൻ ഒക്കെയും അവസരം ലഭിച്ചതോർത്ത് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. നാം ഈ നാളുകളിലൊക്കെ നോയമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന ഒരു തീമുണ്ട്. തീം രൂപാന്തരം എന്നുള്ളതാണ്. യേശു കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവേശുവിൽ കൂടെ സാധ്യമായി തീരുന്നത് പുതുക്കമാണ്. അതിനോട് ബന്ധപ്പെട്ട 3 വാക്കുകളാണ് സാധാരണ മക്കൾക്ക്. ഒന്ന് റിനോവേഷൻ, റിഫോർമേഷൻ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഇന്ന് നമ്മൾ പാഠഭാഗമായി വായിച്ചത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം കാനാവിലെ കല്യാണ ഭവനത്തിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവത്തെക്കുറിച്ചാണ് വായിച്ചത്. നോയമ്പ് കാലത്ത് ആദ്യത്തെ ഞായറാഴ്ച ഏവൻഗേലിയോനായിട്ട് വായിക്കുന്ന വേദഭാഗമാണ്. യേശു കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നില്ല. ഗുണവും മണവുമില്ലാത്തത്, നിറവും മണവും രുചിയും ഉള്ളതാക്കി തീർത്ത കർത്താവിൻ്റെ വലിയ പ്രവർത്തനം. അതിനുശേഷം ഓരോ ഞായറാഴ്ചയും കർത്താവ് ചെയ്ത ഓരോ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഞാനിന്ന്
പാഠഭാഗമായി വായിച്ച വേദഭാഗത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. ലക്ഷ്യബോധം മാത്രം ഉണ്ടെങ്കിൽ നമ്മളാരും ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ലക്ഷ്യബോധമില്ലാത്ത ആർക്കും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പം ഒരു ലക്ഷ്യബോധം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. രണ്ട്, ലക്ഷ്യബോധം മാത്രം ഉണ്ടായാൽ പോരാ, ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള മാർഗത്തെക്കുറിച്ചും വളരെ കൃത്യമായ അറിവുണ്ടാകും. ഇത് രണ്ടും അറിവിൻ്റെ തലത്തിൽ നിൽക്കുന്നതാണ്. ഇത് രണ്ടുമുണ്ടെങ്കിലും നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പോകുന്നില്ല. എന്നാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിനുവേണ്ടി മനഃപൂർവ്വമായുള്ള ഒരു പരിശ്രമം കൂടെ ഉണ്ടാകണം. ഇത് മൂന്നും കൂടെ ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമ്മൾ ഈ നോയമ്പ് കാലത്ത് ഒതുക്കത്തെക്കുറിച്ചൊക്കെയാണ് ധ്യാനിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് എൻ്റെ ലക്ഷ്യം? എനിക്കെന്താണ് അച്ചീവ് ചെയ്യാൻ? ഞാൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത്? പലപ്പോഴും ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ വളരെ വ്യത്യസ്തമായ മറുപടി കിട്ടിയെന്നിരിക്കും. ചിലരൊക്കെ മൗനം ദീക്ഷിക്കുകയും ചെയ്യും. അതിന് കാരണം നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതുകൊണ്ട്. കൃത്യമായ ലക്ഷ്യബോധം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൊമെൻറ്റം ജീവിതത്തിലില്ല. ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻസി പലപ്പോഴും ഫീൽ ചെയ്യാനായിട്ട് സാധ്യത. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നാൽ എനിക്ക് കിട്ടുന്ന മറുപടി എന്താണ്? ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. രാത്രി കിടന്നാൽ അല്ലലില്ലാതെ സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ മറുപടി കിട്ടുന്ന മറുപടി. ഞാനത് പരിശ്രമിച്ചിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പം ജീവിതത്തിൽ സുഖം കണ്ടെത്തുക, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക, അല്ലലില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ലക്ഷ്യം. അതിന് നാം അവലംബിക്കുന്ന മാർഗങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹി ഹു ഹാസ് ഗൺ ഫൺ ആൻഡ് വൺ ഹാസ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. ഇതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ ഇതല്ലെങ്കിൽ പോലും സമ്പത്തുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ, പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള മാർഗമായിട്ട് കാണുന്നത്. നമുക്കറിയാം, there is always a tension between the values of the world and the values of the kingdom. വാല്യൂസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞത്, പവർ, പ്രഷർ, പ്രോസ്പെരിറ്റി. അതാണ് ജീവിതത്തിൻ്റെ സുഖം കണ്ടെത്താനായിട്ടുള്ള, അതിലൂടെയാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക എന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടാറ് മതിയാണ് ഞാൻ ചെയ്യുന്നത്. കുറേയൊക്കെ നമ്മളും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം, എല്ലാവരുമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാനിതൊരു ആമുഖമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത് ഒരു ദുഃഖിക്കുന്ന ഭവനത്തെ അവിടെ പറഞ്ഞു. ദുഃഖകാരണം ഒരുപക്ഷെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ കല്യാണത്തിൽ അപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഒരു 50 പേരെയൊക്കെ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക് വരുള്ളൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അവർക്കുള്ള കാപ്പിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് വന്നപ്പോൾ 75 ആണെങ്കിലത്തെ സ്ഥിതി എന്താണ്? വന്നവർക്ക് മാന്യമായി സൽക്കരിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ്. അത് നമ്മളേറെ വേദനിപ്പിക്കും അല്ലേ? മറ്റുള്ളവർ പക്ഷെ അവഹേളിക്കാൻ തക്കവണ്ണിടയായി തീരാം. അത് നമ്മളെ ഒരുപാട് ദുഃഖിപ്പിക്കും. കാരണം ക്ഷണിച്ചു വന്ന ആളുകളെ വേണ്ട വിധത്തിൽ മാനിക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നു എന്നുള്ളതിൻ്റെ ദുഃഖമാണ് ദുഃഖകാരണം.
അപ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു കല്യാണ വീടിനോട് ബന്ധപ്പെട്ടത് നിങ്ങൾ ഊഹിച്ചോണം. അതും ഇത് തന്നെയാണ്. കല്യാണത്തിന് ക്ഷണിച്ചവർക്ക് മാന്യമായി ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചു വിടാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ ദുഃഖമാണ് വീടിൻ്റെ കാരണം. എന്നാൽ ആ വീട് സ്വല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവം ഉള്ള ഒരു ഭവനമായിട്ടാണ് പിന്നീട് വരുന്നവരും പോകുന്നവരും ഒക്കെ അവരെ പ്രകീർത്തിക്കുന്നു. ഇത്രയോ നല്ല ഭക്ഷണം, നിന്നേക്കാൾ പ്രഗത്ഭന്മാർ ഗ്രാമത്തിലുണ്ട്, നിന്നേക്കാൾ സമ്പന്നന്മാരുണ്ട്, നിന്നേക്കാൾ ബന്ധുഫലമുള്ളവരുണ്ട്, അവർക്കൊന്നും സാധ്യമാകാത്ത വിധത്തിൽ ഇത്ര മനോഹരമായി ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ എനിക്കെങ്ങനെ സാധിച്ചു? എല്ലാവരും ചോദിക്കുകയാണ്, നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു. അപ്പം ഒരു വിധത്തിൽ പറഞ്ഞാൽ അപമാനകരമായ ജീവിതാനുഭവത്തിൽ നിന്ന് അഭിമാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഭവനമായിട്ട് രൂപീകരണം എന്നോ രൂപാന്തരം എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരിക്കും. അവസ്ഥയിലുള്ള രൂപാന്തരം. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? ഞാൻ അതിനെക്കുറിച്ചാണ് ചുരുങ്ങിയ വാക്കുകൾ. അടിസ്ഥാന കാരണം the presence of the Lord Jesus Christ was there എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന കാര്യം. യേശുവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അപമാനകരമായ ജീവിതാനുഭവത്തിൽ നിന്ന് അഭിമാനകരമായ ജീവിതാനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന കാരണമായി. The presence of the Lord Jesus Christ. എങ്ങനെയാണ് ആ പ്രസൻസ് സാധ്യമായത്? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് were invited and hence the presence of the Lord Jesus Christ was there. ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, മാൻ ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. അപ്പൊ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമായിട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ മർത്തോമ സെന്ററിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യം. അതിനേക്കാൾ യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യം ആണോ എന്ന് നമ്മൾ ചോദിക്കും. ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് എന്നെ കേൾക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ യേശു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ യാഥാർത്ഥ്യമായി തീരും. അത് സാധ്യമായി തീരുന്നതാണ് രൂപാന്തരത്തിൻ്റെ അടിസ്ഥാന കാര്യം. രഹസ്യം എന്ന് പറയുന്നത് ഇത് സാധ്യമായി തീരുന്നത് യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിലൂടെയാണ്. ക്ഷണിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാധാരണ നമ്മൾ കോട്ട് ചെയ്യുന്ന രണ്ട് വാക്യങ്ങൾ, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ ഞാൻ അവനോടും എന്നോടും കൂടെ അത്താഴം കഴിക്കും അല്ലേ? പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിയത് ഒരു സംതിങ് കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം ഗോഡ് ഈസ് ഓംനിപ്രസന്റ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് പ്രസൻസ് ഈസ് അവൈലബിൾ എവരിവേ. അകത്തുമുണ്ട് പുറത്തുമുണ്ട്, എല്ലായിടത്തും ഈ ദൈവ സാന്നിധ്യമുണ്ട്. പിന്നെ എന്തിനകത്തുള്ള ദൈവത്തോട് അകത്തോട്ട് വരാൻ പറയുന്നു? അന്ന് ഈ വേദവാക്യം പറയുന്നു, വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അകത്തോട്ട് വരുമെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത് കോൺട്രഡിക്ഷൻ. ഈസ് ഓൾറെഡി ഇൻസൈഡ്, then why should you ask him to come inside? എന്തിനാ എൻ്റെ ആവശ്യം? അപ്പൊ എന്താണ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാലൊന്നും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് അർത്ഥം സാധിക്കും. അപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും ആ സാന്നിധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്
പ്രസക്തമായ വിഷയം. നമ്മൾ പറയും ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ നൽകിയതിലൂടെ ലോകത്തിന് രക്ഷ നൽകിയിരിക്കുന്നു, ലോകത്തെ വീണ്ടെടുത്തിരിക്കുന്നു. പാപപങ്കിലമായി ലോകത്തെ തൻ്റെ പുത്രന്റെ മരണത്തിലൂടെ വീണ്ടെടുത്തിരിക്കുന്നു. ലോകത്തെ വീണ്ടെടുപ്പാൻ ദൈവത്തിന് ഒന്നും വേണ്ട, ഒന്നും ചെയ്യാനില്ല. എന്നാൽ നാം ഇന്ന് ലോകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ പറയും ഇത് വീണ്ടെടുക്കപ്പെട്ട ലോകമാണ്. എന്താ ഈ ലോകം ഇങ്ങനെ? വളരെ വളരെ പ്രസക്തമായ ചോദ്യം. എന്താണ് ഈ ലോകം ഇങ്ങനെ? ദൈവം വീണ്ടെടുത്തു എന്ന് പറയുന്നു, എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ലോകത്തിൻ്റെ ഒരു ഗുണവുമില്ല. എന്താണ് ഇങ്ങനെ? ആ ചോദ്യത്തിന് എന്താണ് മറുപടി കൊടുക്കുന്നത്? ഒരുപക്ഷെ ഇന്നത്തെ തലമുറയോട് ഈ ചോദ്യം ഇട്ട് കൊടുത്ത് അവരെ മുഴുവൻ കൺഫ്യൂസ് ചെയ്യുന്ന തലമുറയിലാണ്. ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? അടുത്ത കാലത്തൊരു പുസ്തകം വായിച്ചപ്പോൾ നല്ല രസകരമായ ഈ ചോദ്യത്തിനൊരു മറുപടി കിട്ടി. ഒരു ഉപദേശി മുടി വെട്ടാൻ വേണ്ടി ബാർബർ ഷോപ്പ്. ഉപദേശി വേറെ രണ്ടുപേര് മുടി വെട്ടാനുണ്ടായിരുന്നുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സുവിശേഷ പ്രതി വായിച്ചു, വേദോത്സവം വായിച്ചു. അപ്പൊ ഈ കണ്ടുകൊണ്ടിരുന്ന ബാർബർ പറഞ്ഞു, തനിക്ക് തന്നെ വട്ടുണ്ടോ? താൻ ഇപ്പോഴും ദൈവമുണ്ടോ? ദൈവം ദൈവം എന്ന് പറഞ്ഞ് നടക്കുക. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. ആകെ കോവിഡ്, എത്ര പേരാണ് ലോകത്തിൽ മാറ്റപ്പെട്ടു, എല്ലാവരും വീട്ടിനകത്ത് അടച്ചിരിക്കുകയാണ്. ദൈവം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുക? അപ്പോൾ ഉപദേശം ഒന്നും പറഞ്ഞു. ഉപദേശി തിരിച്ചുകൊണ്ട് മുടി വെട്ടിയതിന് ശേഷം ഉപദേശി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപദേശി വേറൊരാളുമായിട്ട് ബാർബർ ഷോപ്പിലേക്ക് വന്നതായിരുന്നു. അപ്പൊ കൂടെ കൊണ്ടുവന്ന മനുഷ്യൻ മുടിയൊക്കെ ഇങ്ങനെ വളർത്തി വെച്ച മനുഷ്യൻ, താടി വളർത്തി, മുടി വളർത്തി. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇവിടെ ഒരു ബാർബറുണ്ട്. ഉദ്ദേശിച്ചു വെച്ചു, ബാർബർ. ബാർബർ പറഞ്ഞു, തനിക്ക് എന്നാട് വട്ടുണ്ടോ? താൻ എന്നെ കാണുന്നില്ല, ഇത് ബാർബർ ഷോപ്പാണെന്നും 2 മണിക്കൂർ മുമ്പ് തൻ്റെ മുടി ഞാനൊരു വെട്ടി വിട്ടു. അപ്പോൾ അയാൾ ചോദിച്ചു, ഇവിടെ ഒരു ബാർബറുണ്ടോ? ഇവിടെ ഒരു ബാർബർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ മുടി ചടപിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുമായിരുന്നു. അപ്പോഴയാളുമായിട്ട് മോശമായിട്ട് വർത്താനം. മനസ്സിലായി? അപ്പോൾ പറഞ്ഞു, വീണ്ടും ഇയാൾ പറഞ്ഞു, ഇവിടെ ഒരു ബാർബറുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എടോ, ഇയാൾ എൻ്റെ അടുത്ത് വന്ന് മുടി വെട്ടാൻ തല കുനിച്ച് തന്നെങ്കിൽ അല്ലയോടോ മുടി വെട്ടി കൊടുക്കാൻ പറ്റുമോ? അല്ലാണ്ട് എങ്ങനെ നോക്കൂ? ഇയാൾ എൻ്റെ മുമ്പിൽ വന്ന് തല കുനിച്ച് തന്നാലല്ലേടോ മുടി വെട്ടാൻ പറ്റുമോ? അല്ലാണ്ട് ഞാനെണ്ണ കാണിക്കാനാ? നിങ്ങൾക്കതിൻ്റെ അർത്ഥം പിടികിട്ടിയെന്നാണ് എൻ്റെ വിചാരം. ലോകം ഇപ്പോഴും പാപമംഗിതമായ വിധത്തിൽ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സാധ്യമായി തീർന്ന ആ രക്ഷ നമ്മുടേതാക്കി തീർക്കുവാൻ തക്കവണ്ണം നാം തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രസക്തി, അല്ലേ? ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് എ വില്ലിംഗ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ അതർ പേഴ്സൺ. ഇപ്പൊ കല്യാണത്തിന് ആളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ? അധികമൊന്നും പറയില്ല, മോൻ്റെ കല്യാണം ആട്ടോ, നിങ്ങളെല്ലാവരും ഇന്ന സമയത്താണ് പറയണേ എന്ന് പറയുക, അത്രയേ ഉള്ളൂ. പക്ഷേ ബിറ്റ്വീൻ ദ ലൈൻസ് എന്തൊക്കെ പറയുന്നു? നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യം ഞാൻ വിലമതിക്കുന്നു, നിങ്ങളെല്ലാവരും വന്നേച്ച് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, ആശീർവാദം, ഇതൊക്കെ പറയും. പക്ഷെ ഒന്നും പറയുന്നില്ല, വായുകൊണ്ട് പറയുന്നില്ലെന്നേ. അപ്പോൾ ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ പേഴ്സൺ. അപ്പം കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യമാണ്. ആ സാന്നിധ്യം നമ്മുടേതാക്കി തീർക്കുവാനുള്ള വില്ലിങ്നെസ് നമ്മൾ എപ്പോഴെങ്കിലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. തമ്പുരാൻ നമ്മുടെ മേലൊന്നും അടിച്ചേൽപ്പിക്കാൻ തയ്യാറല്ല.
മനുഷ്യന്റെ ഫ്രീഡത്തെ മാനിക്കുന്നവനാണ് ദൈവം. എല്ലാം വേണോ വേണ്ടേന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തമ്പുരാന് വേണോ, സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യം യാഥാർത്ഥ്യമാണ്. നമ്മൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ദൈവ സാന്നിധ്യം യാഥാർത്ഥ്യമാണ്. It's available to us and it is our responsibility to avail that presence. നോയമ്പ് കാലത്ത് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതാണ് എന്താണ്? ഈ ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു, അതിലൂടെ ഞാൻ രൂപാന്തരം പ്രാപിക്കുന്നു. ആ ഉറപ്പാണ് ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. നോയമ്പ് കാലത്ത് നാം തമ്പുരാനെ ധ്യാനിക്കുമ്പോൾ, നോയമ്പ് കാലത്തെ പ്രാർത്ഥനയിലും ഈ കൂട്ടായ്മയിലും വചന കേൾവിയിലും ഒക്കെ നിർവഹിക്കപ്പെടുമ്പോൾ സാധ്യമായി തീരേണ്ടത് ഇതാണ്: യേശു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു എന്ന ഉറപ്പ്. നമ്മളുടെ ഇനീഷ്യേറ്റീവാണ്. ദൈവത്തിന് ചെയ്യാനുള്ളത് മുഴുവൻ ദൈവം ചെയ്തിട്ടുണ്ട്. He has made himself available to us and it is our responsibility to avail him. ചില ആൾക്കാർ ചോദിക്കും, നീ രക്ഷിക്കപ്പെട്ടതാണ്, നീ വീണ്ടും ജന്മം പ്രാപിച്ചു. ചില ആൾക്കാർക്ക് ഇത് കേൾക്കുന്നത് അലർജിയാണ്. ചില ആൾക്കിത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരുത്തും. ഏത് വാക്കുകൾ അപ്രസക്തമാണ്, എന്നാൽ ദാറ്റ് എക്സ്പീരിയൻസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിത്തറയുമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആടിത്തട്ടിൽ നിന്ന് യേശുവേ, നീ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങളെന്നെ കേൾക്കുന്നവർ യാഥാർത്ഥ്യമാണെങ്കിൽ അതിനേക്കാൾ യേശു സാന്നിധ്യം യാഥാർത്ഥ്യമായിട്ട് തീരണം. അത് തീരണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ ഉയർന്നു വരണം. യേശുവേ, എനിക്കൊന്നും വേണം. യേശുവേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ വേണം, എൻ്റെ ജീവിതത്തിൽ വേണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിത്തറയും അടിസ്ഥാനം. രൂപാന്തരത്തിൻ്റെ അടിത്തറ ഇതാണ്. ഒരു ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാണ്. ആ ഭവനം ദുഃഖിക്കുന്ന ഭവനമാണ് അല്ലേ? ആ ഭവനത്തിൻ്റെ രൂപാന്തരം സംഭവിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? The presence of the Lord Jesus Christ. എങ്ങനെ സംഭവിച്ചു? Jesus was invited and hence the presence of the Lord Jesus Christ was there. 2, യേശു കർത്താവ് വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് അവിടുത്തെ പ്രശ്നമായി അല്ലേ? ഇനി തീർന്നപ്പോഴാണ് യേശു. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ചലഞ്ച് ഇതാണ്. നമ്മുടെ വിചാരം യേശു കർത്താവിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ഇനി യാതൊരു പ്രശ്നമുണ്ടാകും, എല്ലാ കാര്യവും ശുഭമാണ്, എല്ലാം ഭംഗിയാണ്, രോഗം ഉണ്ടാകത്തില്ല, പട്ടിണി ഉണ്ടാകത്തില്ല, സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകത്തില്ല, മറ്റ് ചലഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇത് എങ്ങനെയോ നമ്മുടെ മനസ്സിൻ്റെ അടുത്തട്ടിൽ എങ്ങനെയോ കടന്നു. യേശു കർത്താവിനോട് കൂടെ ജീവിക്കുന്നവർക്ക് പ്രശ്നമുണ്ടാകില്ല എന്ന് യേശു കർത്താവ് ഒരിക്കലും പ്രോമിസ് ചെയ്തിട്ടില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ അവനെ പിൻപറ്റാനായിട്ട് ശ്രമിച്ചപ്പോൾ നമുക്കറിയാം, സബദി മക്കളുടെ അമ്മയൊക്കെ വന്ന് ചേർത്തും വലത്തിയിരുത്തണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് യേശു കർത്താവ് പറഞ്ഞല്ലോ, യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നവർ അല്ലേ, തന്നെത്താൻ ത്യജിച്ച് കുരിശെടുത്ത് മനസ്സുണ്ടെങ്കിൽ പോന്നാൽ മതി. ഐ ഹാവ് നത്തിങ് ടു പ്രോമിസ്. കാക്കയെ നോക്ക്, കുറുനരിയെ നോക്ക്, അവർക്ക് മാളമുണ്ട്, കൂടുണ്ട്. മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. തലചായ്പാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രൻ എന്ത് പ്രോമിസ് ചെയ്യാനാണ്? നിങ്ങൾക്ക് കൊട്ടാരം പ്രോമിസ് ചെയ്യാൻ പറ്റും, എനിക്ക് തന്നെ ജീവിക്കാൻ വകയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്? അത് കർത്താവ്. ഐ ഹാവ് നത്തിങ് ടു പ്രോമിസ്. ഒന്നുമില്ല, തലചായ്ക്കാൻ പോലും ഇടമില്ല. പക്ഷേ ഇഫ് യു വാണ്ട് ടു ഫോളോ മീ, ഡിനൈ യുവർസെൽഫ്, ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. അങ്ങനെയുള്ളവൻ പോന്നാൽ മതി എന്നാ പറഞ്ഞു. അത് കാരണം കൊണ്ട് കർത്താവിനെ പിൻപറ്റുന്നവർക്ക് പ്രശ്നം ഉണ്ടാകില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവിന് രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് കൊറോണ പിടിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു.
ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ല, ജോലി നഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും കർത്താവ് പറഞ്ഞതല്ല. പക്ഷെ എങ്ങനെയോ നമ്മുടെ ഹൃദയത്തിനകത്ത് എവിടെയോ എപ്പോഴോ കടന്നുകൂടിയിരിക്കുന്ന ഒരു ചിന്തയാണ്. യേശു രക്ഷിതാവായി സ്വീകരിച്ച എല്ലാം ശുഭം, സാമ്പത്തിക നേട്ടം ഉണ്ടാവും, പിന്നെ അങ്ങനെയൊക്കെയോ എവിടുന്നോ കടന്നുകൂടി. അതിനെയൊക്കെ പറയുന്ന പ്രോസ്പിരിറ്റി ഗോസ്പൽ എന്നൊക്കെ പറയും. ഇത് വേദവസം വായിക്കാത്ത എവിടുന്നോ കിട്ടിയതാണ്. യേശു കർത്താവ് യാതൊരു അർത്ഥസംഖ്യക്കിടയില്ലാത്ത. ഇപ്പൊ കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് അവിടെ ഉണ്ടായിരുന്നല്ലോ. കർത്താവ് ഉണ്ടായിരുന്നപ്പോഴല്ലേ വീഞ്ഞു പോകുന്നത്, അപ്പോഴാണ് വീഴുന്നത്. പക്ഷെ ഒരു കാര്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ജീവിതത്തിന്റെ ഏത് കൈപ്പേറിയ അനുഭവത്തിൽ കൂടെ നീ കടന്നു പോകേണ്ടി കർത്താവ് പ്രസൻസ് വിൽ ബി വിത്ത് യു ഓൾവേസ്. ഏത് ജീവിതാനുഭവത്തിലൂടെ നീ കടന്നുപോയി, കോവിഡ് പിടിച്ചാൽ, ഓക്സിജൻ തരേണ്ടി വന്നാൽ, അല്ല ICU കിടക്കേണ്ടി വന്നാൽ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കേണ്ടി വന്നാൽ, സങ്കീർത്തനക്കാരൻ ഇതന്നെ പറഞ്ഞില്ലേ, ഘോരയുടെ താഴെ അനുഭവത്തിലൂടെ കടന്നുപോയാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. വാട്ട് എൽസ് വി നീഡ്? വേറെ എന്താ ആവശ്യം? ഇതൊക്കെ പറഞ്ഞാലും നമുക്കിതെല്ലാം ആവശ്യം. നമുക്ക് ക്രൈസിസ് ഫ്രീ ലൈഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കർത്താവ് ക്രൈസിസ് ഫ്രീ ലൈഫ് പ്രോമിസ് ചെയ്തിട്ടില്ല. ഏത് തലകുത്തി മറിയുന്ന പ്രശ്നമാണെങ്കിലും our Lord has promised He will be with us. Not only this, there is a way out with us. കർത്താവിനോട് കൂടെ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടെന്ന്. ദാറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ദ ലോർഡ്. ഈ വീട്ടിലെ ആകെ പരിഭ്രമമാണ്, അല്ലേ? ആ വീട്ടിലാകെ പരിഭ്രമമാണ്. ഇതൊന്നും ആകെ വെപ്രാളാണ്. അപ്പോഴാണ് യേശുവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. യേശുവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടേച്ച് മോനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, കല്യാണം ആകെ മോശമാണ്, വിഭവങ്ങളൊക്കെ എന്താ നീ ചെയ്യുക, നീ ഒന്നെങ്കിൽ കാണിക്കുക. അപ്പൊ യേശുവിൻ്റെ പ്രതികരണം എന്നാണ്? എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മ കിടന്നിങ്ങനെ പറയണം, നമുക്ക് കല്യാണത്തിന് ഭക്ഷണം കഴിക്കേണ്ടെന്നില്ല, അവർ പുളിക്കോ നാറും എന്തെങ്കിലും കാണിച്ചത്, എനിക്കെന്താ, നമുക്കെന്താ. എന്നാൽ യേശുവിൻ്റെ അമ്മയുടെ പ്രതികരണം ഉണ്ടായി. നമ്മളായിരുന്നുവെങ്കിൽ, നമ്മുടെ മകനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പ്രതികരിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ? നമ്മൾ അവരുടെ പുറകെ നടത്തിട്ട് മോനെ ചെയ്ടാ 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 എന്ന് പറഞ്ഞിട്ട് അവനെ ഹരാസ് ചെയ്ത്. പിള്ളേരാണെങ്കിൽ മോട്ടോർ സൈക്കിളിൻ്റെ താക്കോലും എടുത്തിട്ട് ഒറ്റ പോക്ക് 4 ദിവസത്തേക്ക് പറ്റും. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തൊരു കരഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഈ യേശുവിൻ്റെ അമ്മയുടെ പ്രതികരണം എന്നാൽ അവർ സ്ഥലം വിട്ടു. ജോലിക്കാരോട് പറഞ്ഞു, ഇവരെന്തെങ്കിലും പറഞ്ഞു ചെയ്തോണേ, ഒറ്റ ക്ഷേമം അല്ല, വേറെ വെള്ളം ഒന്നും പറഞ്ഞില്ല. അതെന്താ അങ്ങനെ ചെയ്യാൻ കഴിയും? സാധാരണ കിട്ടുന്ന മറുപടി എന്താണ്? അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറയും ഇതിനെയൊക്കെ കുറച്ചുകൂടി നല്ല ഒരു വാക്ക്. ഷീ ന്യൂ ഹെർ സൺ വെരി വെൽ. അവർക്ക് അവരുടെ മകനെ നന്നായി അറിയാമായിരുന്നു. ഈ ക്രൈസിസിന്റെ സമയത്ത് അവൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് ഈ അമ്മയ്ക്ക് നല്ല തിട്ടം. അതുകൊണ്ടാണ് അവരിതിൻ്റെ പുറകെ നടക്കാൻ. നമ്മളാണെങ്കിൽ തല കുത്തി നടന്നേനെ, അയ്യോ അങ്ങനെ പറഞ്ഞു, അവിടെ എന്ത് ചെയ്യും അല്ലേ? നമ്മളൊക്കെ പറയും ഇപ്പോൾ രാത്രി കിടന്ന് ഉറക്കം വരത്തില്ല. ചിലരൊക്കെ എന്നോട് പറയുന്നുണ്ട്, അടുത്ത ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ് ആണ്. ക്രിസ്ത്യൻ ഡിക്ഷണറി ഇല്ലാത്ത 2 വാക്കാണ് സ്ട്രെസ്സും ടെൻഷൻ. സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാ കാര്യവും എൻ്റെ തലയിൽ കൂടിയാണ് ഓടുന്നതെന്ന് ചിന്തിക്കുന്നു. ഞാനാണ് സ്ഥലത്തെ നിയന്ത്രിക്കുന്നത്, എൻ്റെ തലയിൽ കൂടിയായി പോകുന്നത് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ സ്ട്രെസ്സും ടെൻഷനും. തമ്പുരാനാണ് സ്ഥലവും നിയന്ത്രിക്കുന്നത്, ചെയ്യുന്നത്. ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഒരു ആയുധം മാത്രമാണെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിലോ അവിടെ ഇട്ടേച്ച് പോക്കൂടെ? യേശുവിൻ്റെ അമ്മ അതാ കാണിച്ചത്, അല്ലേ? യേശുവിൻ്റെ അമ്മ
വർത്തമാനം പറഞ്ഞു, ജോലിക്കാരോട് പറഞ്ഞു. അവൻ എന്ത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും ചെയ്യുമെന്ന് അമ്മയ്ക്ക് നല്ല തിട്ടമുണ്ടായി. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. I know whom I have believed, and he is my treasure, and I have the assurance that he will keep me till the end. അന്ത്യം വരെ നടത്തും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാക്കും ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അല്ലേ? ഞാൻ അറിയുന്നു. എനിക്ക് അടുത്ത ചോദ്യം ഇതാണ്, ഡു യു നോ ഹിം? നമുക്ക് നമ്മുടെ കർത്താവിനെ യഥാർത്ഥത്തിൽ അറിയാവും. കർത്താവിനെ കുറിച്ച് ധാരാളം അറിയാം, പക്ഷെ കർത്താവിനെ വെളിപ്പെടുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപക്ഷെ പറയുമായിരിക്കും, എനിക്കെൻ്റെ ഭാര്യയെ നല്ലോണം അറിയാം, എനിക്കെൻ്റെ ഭർത്താവിന് നന്നായി അറിയാം. അല്ലേ? ഒട്ടും അറിയാത്തവരും ഉണ്ട്. എത്ര കൊല്ലം കൂടെ ജീവിച്ചാലും അങ്ങോട്ടേ അറിയാൻ മേലാത്ത ആൾക്കാർ കാണും, പിടി കൊടുക്കാത്ത ആൾക്കാർ കാണും. പക്ഷേ ഡു യു നോ ഹിം? അതാണ് എൻ്റെ ചോദ്യം. നമ്മൾ എത്രയോ വർഷമായി വേദപുസ്തകം പഠിച്ച് നടക്കുന്നു, എത്ര വർഷമായി പള്ളിയിൽ പോകുന്നു. Can we confidently say, I know him? എനിക്കറിയാം, പൂർണ്ണമായിട്ട് ലോകത്തിൽ അറിയാം. ഓരോ സപ്പോസിൽ അറിഞ്ഞിട്ടുണ്ട്, അറിയാൻ പറ്റില്ല. I know him. എനിക്കെൻ്റെ യേശുവിനെ അറിയാമല്ലോ, എനിക്കറിയാം. ഇതൊരു ആത്മീയ ജീവിതത്തിൻ്റെ കുറെ കൂടി ഉയർന്ന ഒരു തലമാണ്. ഈ തലത്തിലേക്ക് പ്രവേശിപ്പാൻ കൊണ്ട് സാധിക്കുന്നവർക്കാണ് എല്ലാ ക്രൈസിസിൻ്റെ നടുവിലും ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചതിനെ പോലെ പുഞ്ചിരിയോടുകൂടെ ജീവിക്കണം. പൗലോസ് അപ്പോസ്തലനെ സഹായിച്ചുകൊണ്ടാണ് ചാവാൻ കിടക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം പാടി. അല്ലാതെ ആർക്കും പറ്റും? നമുക്കൊരു ചെറിയ പനി പിടിച്ചാൽ മതി, സ്വസ്ഥതയില്ല, അല്ലേ? ഒരു കോവിഡ് പിടിച്ചൊന്നും ഒരു ഭയങ്കര വെപ്രാളാണ്, ഭയങ്കര ടെൻഷനാണ്, ഉറക്കമില്ല. എന്തിന്? ഐ നോ ഹിം. എന്ത്? ഹി വിൽ കീപ് ഇറ്റ് ടിൽ ദി എൻഡ്. അന്ത്യം വരെയും എന്നെ കാക്കുവാൻ എൻ്റെ കർത്താവ് ശക്തൻ. പിന്നെന്തിനാ പേടിക്കാൻ? ഇത് സാധിക്കുന്നവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്വാതന്ത്ര്യത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. നിന്റെ സകല ചിന്താകുലും എൻ്റെ മേലിട്ടുകൊണ്ട്. എന്തുകൊണ്ട്? അവൻ നിനക്കായി കരുതുന്നത്. ഈ ഉറപ്പ് നമുക്ക് ഉണ്ടാകുന്നതിന് for which you must know him, otherwise you cannot cast your burden upon the Lord. തലയിൽ വെച്ചു അല്ലേ? നല്ല നസ്രാണി എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കും? ഒരു ദിവസം കുറഞ്ഞത് 4 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുമായിരിക്കും എന്നാണ് എൻ്റെ കണക്ക്. വലിയ ഭക്തന്റെ കാര്യമല്ല, ഞാൻ സാധാരണ നമ്മൾ എന്നിട്ട് പ്രാർത്ഥിച്ചാലോ രാത്രി കിടന്ന് ഉറക്കം വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും, അല്ലേ? ഉറക്കം വരത്തില്ല, ടെൻഷൻ, സ്ട്രെസ്സാണ്, ഭാരമാണ്. ഒരു ആളെ കുറിച്ചൊരു കഥയുണ്ട്, തമാശയ്ക്ക് പറയുന്നതായിരിക്കും. മാത്തനൊരു കള്ളുകുടിയനാണ്. ആ മാത്തൻ ജോലി ചെയ്ത് കള്ളു കുടിച്ചിട്ട് വരും. വീട്ടിൽ വലിയ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല, ഉള്ളത് കഴിച്ചിട്ട് കിടക്കാൻ നേരത്തും മാത്തൻ പറയും, കർത്താവേ മാത്തൻ ഇതാ മലക്കും. മാത്തൻ കിടക്കുകയും ചെയ്യും, കൂർക്കം വലിച്ച് ഉറങ്ങുകയും. നമ്മുടെ നല്ല നസ്രാണി 4 നേരം പ്രാർത്ഥിക്കും, കിടന്നാലോട്ട് ഉറക്കുന്നു. മാത്തൻ പറയാൻ ശ്രമിക്കുന്ന ഇതാണ്, കർത്താവെ പറയാനായിട്ടാണ്, ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞുകൊണ്ടിരുന്ന നേരം വെളുക്കുന്നവർ പറയാനേ നേരമുള്ളൂ, എൻ്റെ ഉറക്കം പോവും, എൻ്റെ ഉറക്കം എല്ലാം നിൻ്റെ കയ്യിലേക്ക് ഇഷ്ടം പോലെ ചെയ്താട്ടെ ഞാൻ ഉറങ്ങണം. തമാശയ്ക്കാണെങ്കിൽ എന്തൊരു മെസ്സേജാണ് അതിനകത്തുള്ളത്, അല്ലേ? ഏൽപ്പിക്കണമെങ്കിൽ യു മസ്റ്റ് നോ ഹിം. അറിയാത്തവന്റെ കയ്യിൽ എന്തെങ്കിലും ഏൽപ്പിക്കാൻ പറ്റൂ? ഒന്നേ ചെയ്യാൻ പറ്റും. അറിയുന്നവന്റെ പക്കലേ ഫലമേൽപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഡു യു നോ ഹിം?
യേശുവിനെ നമുക്കറിയാം, അറിയണം. യേശുവിനെ ആഴത്തിൽ അറിയണം. എന്നിട്ട് നമുക്ക് പൗലോസ് അപ്പോസ്തലനോട് ഒപ്പം പറയാൻ പറ്റണം, ഐ നോ ഹിം, ഹി ഈസ് മൈ ട്രഷർ, അല്ലേ? And I have the assurance that he will keep me till the end. ഇത് പറയുവാൻ തക്കവണ്ണമുള്ള ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് സാധിക്കണം. നോയമ്പ് കാലത്ത് നമ്മുടെ ധ്യാനങ്ങൾ, നമ്മുടെ ചിന്ത ഈ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിനെ ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ സാധ്യമായി തീരുന്നു. ആ ഉന്നതമായ ആത്മീയ അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും നോയമ്പ് ഉപവാസം വെറുതെ. 3, ഇതൊക്കെ സംഭവിച്ചു, അല്ലേ? യേശുവിൻ്റെ അമ്മ ജോലിക്കാരോട് പറഞ്ഞു പോയി, ഒക്കെ ശരിയാണ്. പക്ഷെ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെട്ടത് എപ്പോഴാണ്? യേശു വന്നിട്ട് ജോലിക്കാരോട് പറഞ്ഞു, വെള്ളം കോരണം. ഒരു വെള്ളം കോരി. ഇനിയാ കുഴപ്പം. യേശു പറയുക, വീഞ്ഞ കൊണ്ടു കൊടുക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ല, അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വിരുന്നുവാഴിക്ക് അവിടെ വീഞ്ഞാണല്ലോ വേണം, വെള്ളമല്ലല്ലോ ആവശ്യം. അത് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കും. എന്തെന്ന് പറഞ്ഞിട്ട്, നിങ്ങളാണെങ്കിൽ കൊണ്ടു കൊടുക്കും, ഞാനാണെങ്കിൽ കൊണ്ടു കൊടുക്കത്തില്ല. കാരണം ഞാൻ കോരിയ വെള്ളം വീഞ്ഞാന്ന് പറഞ്ഞ് സമ്മതിക്കുക. പക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? യേശു പറഞ്ഞു, ചോദ്യം ചെയ്യാതെ, ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ പോലും അതിനെ അനുസരിച്ചപ്പോൾ രൂപാന്തരം സംഭവിച്ച അവിടെയാണ്, അല്ലേ? മണവും ഗുണവും ഒന്നുമില്ലാതിരുന്ന, രുചിയുമില്ലാതിരുന്ന വെള്ളം ഇപ്പോൾ മണമുള്ളതും നിറമുള്ളതും രുചിയുള്ളതുമായ വീഞ്ഞായി തീർന്നതിൻ്റെ രഹസ്യതാണ്. ബുദ്ധിക്ക് നിരക്കാത്തതാണ് യേശു പറയുന്നു, ചോദിച്ചത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ കർത്താവ് മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നത്, നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതും നമ്മുടെ താല്പര്യത്തിനനുസരണമായ വിധത്തിൽ മറുപടി നൽകണം. അത് നന്നാ തമ്പുരാൻ നല്ലവനാണ്, അല്ലെങ്കിലോ തമ്പുരാൻ മോശം. തമ്പുരാനെ ബുദ്ധി പഠിപ്പിക്കുന്നതാണ് നമ്മുടെ പണി, അല്ലാതെ തമ്പുരാന്റെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതല്ല. അതാണ് രൂപാന്തരം നടക്കുക. രൂപാന്തരം യഥാർത്ഥത്തിൽ സാധ്യമായി തീരണമെങ്കിൽ തമ്പുരാന്റെ ഹിതത്തിനെ ചോദ്യം ചെയ്യാതെ, ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ പോലും അനുസരിച്ചോ, വിട്ടുകൊടുക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ പണി പറയും. ഒരു ഉദാഹരണ വേദത്തിൽ നിന്ന് പറഞ്ഞിട്ട് അവസാനം, ഫിലിപ്പോസ് എഫെസൂസിൽ ഭയങ്കര സുവിശേഷ വേല നടക്കുക, ഭയങ്കര ഉണർവാണ്. 10,000 പേര് വിശ്വസിച്ച് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നിരിക്കുക. അപ്പനാണ് ഫിലിപ്പോസിനെ കർത്താവ് ഒരു ട്രാൻസ്ഫർ, എങ്ങോട്ടാ? ഡെസർട്ടിലേക്ക്, മനുഷ്യവാസം ഇല്ലാത്തിടത്തേക്ക് പൊക്കോളാൻ പറ്റും. പോയി ഒരു ചോദ്യം പറഞ്ഞില്ല, അനുസരിച്ചോളൂ. അവിടെ ചെന്നപ്പോൾ എന്നാ സംഭവിച്ചേ? എത്യോപ്യൻ ഷണ്ണൻ തേരിൽ യാത്ര ചെയ്ത് പോകും. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അടുത്ത് വന്ന് ചോദിച്ചു, എന്താ പല്ലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. തേരി കയറിയിരുന്നു. അവൻ വായിച്ചുകൊണ്ടിരുന്ന യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ചുള്ള വേദഭാഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്കറിയാം, ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. അവൻ എന്നെ ക്രൂശിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഞാനതിൻ്റെ സാക്ഷിയാണ്. ആര് പറഞ്ഞു? അദ്ദേഹം സ്നാനപ്പെട്ട് സമർപ്പിച്ചു. പിന്നെ ഫിലിപ്പോച്ചൻ വീണ്ടും ട്രാൻസ്ഫറായി. ഫിലിപ്പോച്ചൻ പിന്നെ എവിടെ പോയി അറിയാമേ. അവിടെ 10,000 പേർ മാനസാന്തരപ്പെട്ട് സഭയോട് നല്ല ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് നിന്ന് ഒറ്റ മനുഷ്യന് വേണ്ടി ഈ നിർജ്ജന പ്രദേശത്തേക്ക് കർത്താവ് പറഞ്ഞുവിടേണ്ട വല്ല ആവശ്യമുണ്ട്? അത് ബുദ്ധിക്ക് നിരക്കുന്നതാണ്. ചരിത്രം പഠിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം ആദ്യമായി കടന്നു എന്നത് ഈ എത്യോപ്യൻ ഷണലിലൂടെയാണ്. ആഫ്രിക്കയിലോട്ട് ആദ്യത്തെ സുവിശേഷത്തിൽ യേശുവിൽ വിശ്വസിച്ച ആദ്യത്തെ കറുത്തവർഗക്കാരൻ കർത്താവിൻ്റെ കുരിശ് ചുമന്നവനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട്
യെരുശലേമിലെ ബിഷപ്പായി. പക്ഷെ അന്നേരം അത് യെരുശലേമിൽ താമസിക്കുന്നത്. ചരിത്രം പിന്നെയും പഠിക്കാൻ മനസ്സിലാവും. The queen became a Christian through this Shannon, eunuch. The whole country became a Christian country. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമുക്കിതെല്ലാം ബുദ്ധിയിൽ നിൽക്കുമോ? കർത്താവ് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ ചോദിച്ച് അതനുസരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ആ ഭവനത്തിന്റെ സ്ഥിതി എങ്ങനെയുണ്ട്? ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അപമാനഭാരത്താൽ ദുഃഖിച്ചുകൊണ്ടിരുന്ന ഭവനം ഇപ്പോൾ അഭിമാനത്തിന്റെ രൂപാന്തരം പ്രാപിച്ച ഭവനമായിട്ട് തീർന്നിരിക്കുന്നു. എങ്ങനെ നടന്നു? ഒന്ന്, the presence of the Lord Jesus Christ was a reality. അവരുടെ ജീവിതം എങ്ങനെ? They invited Jesus Christ. രണ്ട്, ജീവിതത്തിന്റെ ഏത് അനുഭവവും കർത്താവുമായിട്ട് പങ്കിടാനുള്ള മനസ്സുണ്ടായി. മൂന്ന്, യേശു പറയുന്നതിന് ചോദ്യം ചെയ്യാതനുസരിക്കാൻ തയ്യാറായി. അപ്പോൾ ആ വീടിന്റെ സ്ഥിതി എങ്ങനെ? ഇതാണ് ഒരു ക്രിസ്തുവിന്റെ പുതിയ സൃഷ്ടി. സമൂലമായ വ്യത്യാസം. ഇതാ സംഭവം. ഇതാണ്, ഇതിനെക്കുറിച്ചാണ് ഇതുവാണല്ലോ നമ്മൾ ധ്യാനിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി തീരണം. തീർന്നേ മതിയാവും. അതിനുവേണ്ടിയാണ് ഈ നാളിൽ പ്രത്യേക ധ്യാനങ്ങൾ, പ്രത്യേകമായി കൂടിവരവും ഒക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വചന കേൾവി നമ്മെ വെല്ലുവിളിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് മുഖാന്തരമായി തീരണം. നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നുള്ള അവസരമായി തീരണം. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് 3 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന്, ഇൻവൈറ്റ്, യേശുവിനെ ജീവിതത്തിൽ രക്ഷിക്കും. 2, കൺസൾട്ട്, യേശുവുമായിട്ട് പങ്കിടണമെങ്കിൽ യു മസ്റ്റ് നോ ഹിം, ആഴത്തിൽ യേശുവിനെ അറിയണം. 3, യേശു അറിയുന്നതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കും. ഇൻവൈറ്റ്, കൺസൾട്ട്. നമ്മുടെ ജീവിതത്തെ പുതുക്കും, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തും, ലോകത്തെ രൂപാന്തരപ്പെടുത്തും. ഈ അനുഭവം നമ്മുടേതായി ക്രിസ്തുയേശുവിൻ്റെയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചു. എനിക്കും നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിപ്പാൻ ലഭിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിച്ചു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. ഇൻവൈറ്റ്, കൺസൾട്ട് ആൻഡ് ഒബേ. താങ്ക് യു. താങ്ക് യു തിരുമേനി. താങ്ക് യു സോ മച്ച്. ഏറ്റവും അനുഗ്രഹകരമായ ഒരു ദൈവവചനം, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയത്ത് കേൾക്കുവാൻ ദൈവം അഭിയന്യ തിരുമനസിനെ നമ്മുടെ മധ്യ അയച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ശക്തമായി തിരുമേനിയുടെ സവിശേഷതയിൽ ഒന്ന്, സുവിശേഷം വളരെ സിമ്പിൾ ആണെങ്കിലും വളരെ ശക്തമായി പറയാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വളരെ ആഴത്തിൽ കർത്താവിന്റെ സാന്നിധ്യം, കൃപ എന്താണെന്നും ആ കൃപ നമ്മൾ എങ്ങനെ അനുഭവിക്കണമെന്നുള്ളതിനെ കുറിച്ചും അഭിയന്യ തിരുമനസിൽ കൂടെ കേൾക്കാനായിട്ട് സാധിച്ചു. ദൈവ അനുഗ്രഹമായി കാണുന്നു. തിരുമനസിനോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട വർഗീസ് സാമുവൽ, നമ്മുടെ ട്രഷറർ, അദ്ദേഹം വിദേശ പര്യടനവും കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടുണ്ട്. ആള് എല്ലാ രീതിയിലും മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, രൂപത്തിലും ഭാവത്തിലും ഒക്കെ. ഇപ്പോൾ ക്വാറന്റൈൻ ഇരിക്കുകയാണ്, എന്നാൽ ഇന്ന് നമ്മോടൊപ്പം സൂമിലുണ്ട്. പ്രിയപ്പെട്ട വർഗീസ് സാമുവൽ അങ്കിള് വോട്ട് ഓഫ് താങ്ക്സ് പറയാം. കേൾക്കാം. താങ്ക് യു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട റൈറ്റർ ഡോക്ടർ യോഹാക്കിം മാർക്യൂലോസ് എപ്പിസ്കോപ്പ തിരുമേനി, സിംഗർ പ്രസിഡന്റ് റൈറ്റർ ഡോക്ടർ ജോൺ ജോസഫ് അച്ഛൻ, ഏറ്റവും പ്രിയപ്പെട്ട വൈദ്യശ്രീ, ഏറ്റവും പ്രാർത്ഥനയിൽ കൂടി പങ്കെടുക്കുന്ന എല്ലാവരുമേ ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. നിശ്ചിതമായ ചുമതല നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതാണ്. അതിന് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. But also I would like to thank many of you for giving me the opportunity to present the vote of thanks. The last year have been very difficult for all of us, especially senior citizens, because of the pandemic. The main reason we have managed to stay strong even during this testing time is because of the fellowship we have with one another and with our Jesus Christ. We have tried to adopt a new normal. This virtual meeting have been a source of
peace and happiness for all of us. Praise the Lord for his wonderful fellowship. സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ആദ്യമായി എനിക്ക് പ്രകാശിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കൂട്ടസ് തിരുമേനിയാണ്. ഇതിനെ പറ്റി പറയുമ്പോഴേ ഒത്തിരി കാര്യം പറയാനുണ്ട്. ഒരുപക്ഷെ തിരുമേനിമാരെ വീട്ടിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യത്തില്ല. എന്നാൽ കാക്കനാടിന്റെ വീട്ടില് ഞാനുള്ളപ്പോൾ തിരുമേനി ഒന്ന് കാണുവാനും പ്രാർത്ഥിക്കാനും എനിക്ക് കുടുംബമായിട്ട് ശ്രദ്ധിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആ സ്നേഹം ഒരിക്കലും ഞങ്ങൾ മറക്കുന്നതല്ല. തിരുമേനി അടുത്ത സബ്ജക്ട് ഇൻ മെസ്സേജ് God's grace transforms us from sinners to saints. ഞാൻ ചെറുപ്പമായിട്ട് ഒരു വാക്ക് മാത്രമേ വന്നുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ എന്നാലേ വിശ്വാസ ജീവിതം ധന്യമാകുള്ളൂ. ഒറ്റ പോയിന്റ് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തന്റെ ജീവിതമാണ് തന്റെ സന്ദേശം. ഇത് വിശ്വസിക്കുന്ന തിരുമേനി സഭയ്ക്കും ചിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന്റെ വ്യാപനം തന്റെ ദൗത്യമായി എടുത്ത അഭിനന്ദ തിരുമേനി ദൗത്യത്തിന്റെ ആൾരൂപമാണ്. തിരുമേനിയുടെ നന്ദി സ്നേഹവും ബോംബെ സെന്റർ സന്ദർശിച്ചതിന്റെ നാമത്തിൽ രേഖപ്പെടുത്തും. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കാനുള്ളത് സെൻട്രൽ പ്രസിഡന്റായ ജോൺ ജോസഫ് അച്ഛനാണ്. അച്ഛന്റെ പേര് കൊണ്ടതാണ്, പാട്ടുകാരനാണ്, സന്ദേശവാഹകനാണ്. കഴിഞ്ഞ 2 വർഷമായി ബോംബെ സെൻട്രൽ പ്രസിഡന്റായി പ്രവർത്തിച്ച അച്ഛൻ ഇടമിഷനെ അതിന്റെ ഔന്നത്യത്തിൽ കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. എല്ലാത്തിനും വഴികാട്ടിയായി നയിച്ച അച്ഛൻ അതിയായി ഒരു മുതൽക്കോട്ടായിരുന്നു. അച്ഛനുള്ള നന്ദി സ്നേഹവും ബോംബെ സെൻട്രൽ സന്ദർശിച്ചതിൽ അറിയിക്കുന്നു. ഈ ഫെലോഷിപ്പിലെ ഓപ്പണിംഗ് പ്രേയർ നേതൃത്വം നൽകിയ അബൂച്ചന അച്ഛൻ, പ്രാർത്ഥനയ്ക്ക് നൽകിയ ജോയൽ സുമൽ അച്ഛൻ, കമ്പ്യൂട്ടർ പ്രേയറിന് നേതൃത്വം നൽകുന്ന സഭാ കൗൺസിൽ മെമ്പർ ശ്രീമതി ആനിക്കോശി എന്നിവരോടുള്ള പോലെ തന്നെ ഫെലോഷിപ്പിൽ പങ്കെടുത്ത എല്ലാ വൈദ്യരോടും നന്ദി സ്നേഹവും ബോംബെ സെൻട്രൽ സന്ദർശിച്ചതിൽ അറിയിക്കുന്നു. ഈ ഫെലോഷിപ്പ് മീറ്റിംഗിൽ ബൈബിൾ റീഡിംഗ് ചെയ്ത് സഹായിച്ച രജിസ്ട്രേഷൻ കമ്മീഷൻ സെക്രട്ടറി ശ്രീ രാജു ഐപ്പിനോട് നന്ദി ബോംബെ സെൻട്രൽ സന്നദ്ധ സുവിശേഷനിൽ അറിയിക്കുന്നു. ഫെലോഷിപ്പ് മീറ്റിംഗിൽ പാട്ടുപാടി ആസ്വദിച്ച ബോളുള്ളി കൊയറിനോടും വെർച്വൽ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്ത എല്ലാവരോടും ബോംബെ സെൻട്രൽ സന്നദ്ധ സുവിശേഷത്തിൽ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഒരു ഫെലോഷിപ്പ് മീറ്റിംഗ് അർത്ഥവത്താക്കുന്നത് എല്ലാ സഭാവിശ്വാസികളുടെ ഒത്തുചേരലാണ്, കൂട്ടായ്മയിലാണ്. കൂടി വന്ന എല്ലാവരെയും ബോംബെ സെൻട്രൽ സന്നദ്ധ സുവിശേഷ പേരിൽ നന്ദി അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പ്രകടിപ്പിക്കാനുള്ളത് സെൻട്രൽ സെക്രട്ടറി സണ്ണി ജോണാണ്. ഞങ്ങളെ എല്ലാവരെയും സഹോദരന്മാരെ കരുതുകയും എല്ലാ കാര്യത്തിലും കൈത്താങ്ങായി നേതൃത്വം നൽകിയ ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന സണ്ണിച്ചായനാണ്. സണ്ണി ജോണിനെ ഡയസിലേക്ക് ഇരട്ടിക്ക് വരാൻ നിങ്ങളോട് എല്ലാവരും ഞാൻ സന്തോഷത്തോടെ അറിയിക്കുന്നു. പ്രവർത്തിക്കുവാൻ സർവശക്തനാണെയും ശക്തി എന്ന് പ്രാർത്ഥിക്കുകയും ബോംബെ സെൻട്രൽ സന്ദർശിച്ചേക്കുന്നതിന്റെ പേരിൽ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നും ഒരുമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മോടൊപ്പം പ്രിയപ്പെട്ട അനീകോശി സഭാ കൗൺസിൽ മെമ്പറാണല്ലോ നമ്മോടൊപ്പം ഉണ്ട്. വന്നതിലുള്ള വലിയ സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട അനീകോശി പ്രാർത്ഥിച്ച് അഭിനന്ദ തിരുമേനി ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന കർത്താവേ, ഇത്രത്തോളം നിന്റെ സന്നിധിയിലായിരിക്കാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നോയമ്പിന്റെ കാലയളവില് ഒരു അനുരഞ്ജനത്തിന്റെ പാതയിൽ ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് പരസ്പരം ദൈവകൃപയിൽ ശക്തിപ്പെട്ടുകൊണ്ട് അതുമൂലം ഒരു സൗഖ്യദായക ശുശ്രൂഷ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവമേ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും തിരുസന്നിധിയിൽ എത്തപ്പെടണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, പലപ്പോഴും ഭാരങ്ങളെ പ്രയാസങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെയും മറന്നുകൊണ്ട് കർത്താവേ നിന്റെ ക്രൂശിലോട്ട് നോക്കി ആ വേദനകളെ ഓർത്ത് ഞങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയൊക്കെയും മറന്ന് ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണയുടെ കാലയളവിൽ ഈ മഹാവ്യാധിയില് അനേകായിരങ്ങളിൽ ഓത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയൊക്കെയും ജീവനുള്ള ദേഹികളായി ശേഷിപ്പിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിയോഗമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിയോഗത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെയൊക്കെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, പ്രിയപ്പെട്ട തിരുമേനിയോട് കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം.
ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ അത് വിടുതലിന് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലിനും കർത്താവെ സന്തോഷത്തിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനിലൂടെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, യേശുവിന്റെ സാന്നിധ്യം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭവനത്തിലുണ്ടാകുമ്പോൾ കൂരിരുണ്ട അനുഭവങ്ങള് കർത്താവെ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്തുണ്ടായാലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടെന്ന് കർത്താവെ നിന്റെ മകനിലൂടെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായും സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുവാൻ, തുടർന്നുള്ള കാലങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മുംബൈ സെന്റർ MTV ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും ഭാരവാഹികളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് മുംബൈ ഡയസിസിനായി സ്തോത്രം. പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, കർത്താവെ സുവിശേഷ പ്രവർത്തകര്, കർത്താവെ ഞങ്ങളുടെ വിശ്വാസ സമൂഹം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ദൈവകൃപയിൽ നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏപ്രിൽ നടക്കുന്ന പട്ടംകട ശുശ്രൂഷയ്ക്കായി സ്തോത്രം. പ്രിയമാനെ നീ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ദൈവകൃപയിൽ നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനയിലെ തലവണങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ഏതെങ്കിലും ആവശ്യത്തിന് മുമ്പിൽ തലവണങ്ങിയിട്ടുണ്ട് അങ്ങയോട് യാചിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഒന്നും ഓർക്കാതവണ്ണം സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവത്തിന്റെ കൃപകളെ നേടിയെടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഡയസിസ് ആയി കർത്താവെ നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത കാര്യങ്ങളും പിതാവേ നിന്റെ സന്നിധിയിലെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും പിതാവേ അങ്ങയുടെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും ഏവരോടും എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you, Dirmeni. Thank you, all Achans and all dear ones. Thank you.